നമസ്കാരം. ലോകസമാധാനത്തിന്റെ ചരിത്രത്തിലേക്കും ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യത്തിലേക്കും കടന്നുചെല്ലുന്ന നമ്മുടെ ഇന്നത്തെ ഈ വിവരണത്തിലേക്ക് സ്വാഗതം. ഒന്നാം ലോകമഹായുദ്ധം ലോകത്തിന് വലിയൊരു പാഠമായിരുന്നു, അല്ലേ? ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ലോക നേതാക്കൾ അന്ന് തീരുമാനിച്ചു. അന്ന് അവർ അതിനായി എന്താണ് ചെയ്തത്? ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങാം. ശരി, നമുക്കിതിലേക്ക് നേരെ കടക്കാം. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് പകരം നിങ്ങളുടെ അറിവൊന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചാലോ? ചോദ്യം ഇതാണ്: ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1920-ൽ ലോകസമാധാനം ലക്ഷ്യമിട്ട് സ്ഥാപിതമായ ആ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഒന്നാലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ സമാധാനത്തിനായി ദാഹിച്ചിരുന്നൊരു സമയത്താണ് ഇങ്ങനെയൊരു സംഘടന ജനിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ചെറിയൊരു സൂചന നൽകാൻ ഇതാ 4 ഓപ്ഷനുകൾ. എ, ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN. ബി, സാർക്ക്. സി, യൂറോപ്യൻ യൂണിയൻ. അതോ ഇനി ഡി, സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ആണോ? ഇതിലേതായിരിക്കും ശരിയായ ഉത്തരം? നിങ്ങളുടെ ഉത്തരം പെട്ടെന്ന് മനസ്സിലുറപ്പിച്ചോളൂ, കാരണം ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. അതെ, ഉത്തരം സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്നാണ്. ലോകസമാധാനം എന്ന വലിയ സ്വപ്നവുമായി രൂപം കൊണ്ട ഈ സംഘടനയുടെ ജനനവും അതിനുശേഷമുണ്ടായ വീഴ്ചയും ശരിക്കും പറഞ്ഞാൽ ആധുനിക ചരിത്രത്തിലെ വളരെ നാടകീയമായ ഒരു അധ്യായമാണ്. അതേക്കുറിച്ചാണ് നാം ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമാധാനത്തിനായുള്ള ആശയം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തകർന്ന തരിപ്പണമായ ലോകത്തിന് ഒരു പുതിയ തുടക്കം അത്യാവശ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, ഈ ആശയത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നതാണ്. 1919-ലെ പാരീസ് സമാധാന സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസനാണ് ഇങ്ങനെയൊരു ആശയം ആദ്യമായി മുന്നോട്ടുവെക്കുന്നത്. ഒരുമിച്ച് നിന്നാൽ സമാധാനം നിലനിർത്താം എന്ന് അദ്ദേഹം മറ്റു ലോക നേതാക്കളെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആ വലിയ ദീർഘവീക്ഷണമാണ് പിന്നീട് ലീഗ് ഓഫ് നേഷൻസായി മാറിയത്. അങ്ങനെ സർവ്വരാജ്യസഖ്യത്തിന് തുടക്കമാവുകയാണ്. വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് ലോകം ഈ പുതിയ കാൽവെപ്പിനെ നോക്കിക്കണ്ടത്. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഈ തീയതികളൊന്ന് ശ്രദ്ധിക്കൂ. 1919-ൽ പാരീസിൽ വെച്ച് ആശയം നിർദ്ദേശിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ, അതായത് 1920 ജാനുവരി 10-ന് സംഘം ഔദ്യോഗികമായി നിലവിൽ വന്നു. വെറും 6 ദിവസങ്ങൾക്കുള്ളിൽ ജാനുവരി 16-ന് ഇതിന്റെ ആദ്യ പൊതുസമ്മേളനവും നടന്നു. അത്രത്തോളം അടിയന്തരമായിട്ടാണെന്ന് ലോകരാജ്യങ്ങൾ ഇതിനെ കണ്ടത്. പക്ഷേ ഇവിടെ അവസാനത്തെ തീയതി ഒന്ന് ശ്രദ്ധിക്കൂ. 1946 ഏപ്രിൽ 20. വളരെ സങ്കടകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണത്. അന്ന് ഈ സംഘടന ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി വളരെ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ മിക്ക രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നെങ്കിലും ഈ സഖ്യത്തിൽ അവസാനമായി അംഗമായ രാജ്യം ഈജിപ്റ്റാണ്. ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരം ചെറിയ അറിവുകൾ മനസ്സിൽ വെക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ രസകരമാക്കാൻ സഹായിക്കും, അല്ലേ? ഒരുപക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമാണിത്. ഇനി ഇതിന്റെ പരാജയത്തെക്കുറിച്ചും പകരക്കാരനെക്കുറിച്ചും നമുക്ക് നോക്കാം. വുഡ്രോ വിൽസന്റെ ആ വലിയ സ്വപ്നം തകർന്നടിയുന്നതാണ് പിന്നീട് ചരിത്രം കണ്ടത്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്നറിയാമോ? സമാധാനം നിലനിർത്താൻ അഥവാ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യം കൃത്യമായി ആ ലക്ഷ്യത്തിൽ തന്നെ പരാജയപ്പെട്ടു. അവർക്ക് രണ്ടാം ലോക മഹായുദ്ധം തടയാനായില്ല. അങ്ങനെ 1946 ഏപ്രിൽ 20-ന് അത് പിരിച്ചുവിട്ടു. എന്നാൽ മറുവശത്ത് നോക്കൂ, ആ വലിയ പരാജയത്തിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN നിലവിൽ വരുന്നത്. പഴയതിന്റെ ചാരത്തിൽ നിന്ന് പുതിയൊരെണ്ണം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. സർവ്വരാജ്യസഖ്യം പരാജയപ്പെട്ടതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ജനിച്ചത് എന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഇവിടെ വളരെ ഗൗരവമേറിയൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. മുൻഗാമി പരാജയപ്പെട്ടയിടത്ത് UN വിജയിക്കുമോ? ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകസമാധാനം കാത്തുസൂക്ഷിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പൂർണ്ണമായി കഴിയുന്നുണ്ടോ? ചരിത്രം ആവർത്തിക്കുമോ? അതോ നമ്മൾ പഴയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചോ? ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്കിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിജ്ഞാനയാത്രയിലൊപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.